ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, പുതുച്ചാടന അനുഭവ പാഠങ്ങളുടെ 73-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ഏതാനും സെഷനുകളായിട്ടൊരു 17 വയസ്സുകാരൻ്റെ പൈശാചിക മേഖലയിലെ ഇടപെടൽ, അവന് വരുത്തിവെച്ച ദുരന്ത അനുഭവം, 2 ധ്യാനം കൂടിയിട്ട് അത് കയറാൻ പറ്റാത്ത അവസ്ഥ, അതെല്ലാം നമ്മൾ വിശകലന വിഷയമാക്കിക്കൊണ്ട് പുതുച്ചാടന അനുഭവ പാഠങ്ങൾ ഒന്നൊന്നായിട്ട് നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അവൻ ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോയത് മൊബൈൽ ഫോണിലൂടെയാണ്. മൊബൈൽ ഫോണിലൂടെ നമുക്ക് ഒരുപാട് നന്മയുടെ അവസരങ്ങൾ തുറന്നു കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, മീഡിയ വഴിയായിട്ട് പരസ്പര ബന്ധത്തിൻ്റെ മേഖലയിലും അറിവിൻ്റെ മേഖലയിലും വചന പ്രഘോഷണം, വചന പഠനം, എല്ലാ കാര്യങ്ങളും. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്കറിയാം, പൈശാചിക മേഖലയും ഈ മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ മേഖല വളരെ ശക്തമായിട്ട് കരുതലോടെ കൗശലവർ ഉപയോഗിക്കുന്നുണ്ട്. സാത്താൻ്റെ സഭക്കാർ, ചർച്ച് ഓഫ് സൈറ്റൻ, അങ്ങനെയുള്ള സഭക്കാർ ഔപചാരികമായിട്ട് തന്നെ ചിൽഡ്രൻസ് മിനിസ്ട്രി നടത്തുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് തിരുബാല സഖ്യം, മിഷൻ ലീഗ്, അൾത്താര ബാലസഖ്യം, ലീജിയൻ ഓഫ് മേരി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അതിനെ ഒരുപക്ഷെ വികൃതമായിട്ട് അനുകരിച്ചുകൊണ്ട് സേറ്റനിക് ചിൽഡ്രൻസ് മിനിസ്ട്രി ഈ സാത്താന സഭക്കാർ നടത്തുന്നു. അതിൻ്റെ സൈറ്റുകളൊക്കെ ഇന്ന് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. വളരെ കൗതുകരമായ രീതിയിൽ അവർ കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നു, സൈറ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. കുഞ്ഞുങ്ങളിലേക്ക് എത്താത്തക്ക രീതിയിൽ നല്ല രസകരമായ ചിത്രങ്ങൾ, കാർട്ടൂണുകൾ, പാട്ടുകളെല്ലാം ചേർത്ത് അവർ അവതരിപ്പിക്കുന്നുണ്ട്. അതിനകത്തോട്ട് ഇന്ന് കയറുന്ന കുഞ്ഞുങ്ങളുമുണ്ട്. അമേരിക്കയിൽ വെർജീനിയ എന്നൊരു സ്റ്റേറ്റിലെ പല പബ്ലിക് സ്കൂളുകളിലും സേറ്റൻ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സാത്താൻ്റെ കാര്യങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ ആകർഷിക്കാൻ വേണ്ടി, കൈപിടിച്ച് ആനയിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൻ്റെയോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളുകളിലൊക്കെ റിലിജിയൻ ക്ലാസ് അല്ലെങ്കിൽ മോറൽ ക്ലാസ് ഒക്കെ അവസാനത്തെ ഒരു പീരീഡൊക്കെ ആഴ്ച 1-2 ദിവസം നടത്തിയിരുന്ന പോലെ പബ്ലിക് സ്കൂളുകളിൽ US പലയിടത്തും ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചിത്രങ്ങളൊക്കെ ലഭ്യമാണ്. കൊച്ചുകുട്ടികളെ, എലമെൻ്ററി സ്കൂളിലെ കൊച്ചുകുട്ടികളുടെ പക്കൽ ശരിക്കും സാത്താൻ സഭയുടെ ആൾക്കാർ വന്നിരുന്ന് സാത്താനെക്കുറിച്ച് കാണിച്ചു കൊടുത്തും പറഞ്ഞു കൊടുത്തും പാട്ട് പാടിപ്പിച്ചും സാത്താൻ്റെ രീതിയിലുള്ള വേഷവിധാനങ്ങൾ, തൊപ്പിയും കൊമ്പും ഒക്കെ ഉള്ളത് വെച്ച് അണിയിപ്പിച്ചും സാത്താൻ്റെ അടയാളങ്ങളൊക്കെ വരപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചും സാത്താൻ്റെ വലിയ പ്രതിമകൾ കൊണ്ടുവച്ച് അതിന് മുമ്പിൽ വണങ്ങിയും പാട്ട് പാടിച്ചും അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ആ ഒന്നും അറിയാത്ത മനസ്സിനെ സാത്താൻ്റെ പക്കലേക്ക് ഇങ്ങനെ കൗശലപൂർവ്വം വളച്ചെടുക്കുന്ന ഒരു അപകടം ഇന്ന് ശക്തമായിട്ട് സമൂഹത്തിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ കാളകളുടെ ഉപമ. ആളുകൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് കള വിതച്ചിട്ട് കടന്നുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇന്ന് ആളുകൾ ഉറക്കമാകുമ്പോൾ രാത്രിയിലൊന്നുമല്ല, പകല് വളരെ പ്ലാൻ ചെയ്ത് ക്രമീകൃതമായ പദ്ധതികളുമായിട്ട് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന പൈശാചിക സഭക്കാരെയും പൈശാചിക ആൾക്കാരെ നമുക്ക് ചുറ്റും കാണാനിട പറ്റും. അങ്ങനത്തെ എണ്ണിച്ചെന്ന് പെടുന്ന ആൾക്കാരെയും കാണാം. ഇപ്പം ഞാൻ പറഞ്ഞത് കഴിഞ്ഞ സെഷനിൽ പങ്കുവെച്ച യുവാവ് ഓജോ ബോർഡ് കളിച്ചിട്ട് അവസ്ഥയിലേക്ക് പോകുന്നത്. ഓജോ ബോർഡിനെ ഇന്ന് അടുത്ത നാളുകൾ ഞാൻ സൈറ്റുകളിൽ കാണുകയുണ്ടായി. പുതിയൊരു പേരിൽ ഇവർ അവതരിപ്പിക്കുന്നുണ്ട്. ഹോളി സ്പിരിറ്റ് ബോർഡ് എന്ന പേര്. എന്നിട്ട് ആ ബോർഡിൻ്റെ പടമെല്ലാം കൊടുത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവ്, ആവപിതാവായ ദൈവം, കുറിച്ച് രൂപം, എന്നിട്ട് അക്ഷരങ്ങളെല്ലാം കൊടുത്തിട്ട് സാധാരണ ഓജോ ബോർഡ് പോലെ തന്നെ, പക്ഷെ അതിൽ ഇങ്ങനെ നീങ്ങുന്നതായ കട്ട ഒരു ചെറിയ കുരിശാണ് കൊടുത്തിരിക്കുന്നത്. അത്രയും പോലും. എന്നിട്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ചാൽ മതി, ആത്മാവിനെ വിളിച്ചാൽ മതി, പരിശുദ്ധാത്മാവ് വരും, പറഞ്ഞു തരും, എന്താ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അറിയേണ്ട കാര്യമെല്ലാം പറഞ്ഞു തരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതിൻ്റെ വിലയും കൊടുത്തുകൊണ്ട് ഓഫർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ വാങ്ങിക്കുകയാണ്. അത് വാങ്ങിച്ച ആൾക്കാർ അതിനടിയിൽ കുറിപ്പെഴുതിയിരിക്കുകയാണ്, ഞാൻ ഇത്രയും നാളുകൾ പരിശുദ്ധാത്മാവിനെ പിടിച്ചിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല, പക്ഷേ ഇപ്പോഴെനിക്ക് ഇത് വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നുണ്ട്. ഏത് കാര്യം പരിശുദ്ധാത്മാവോട് ചോദിച്ചറിയേണ്ടത് നേരെ ഈ ഓജോ ബോർഡ് തുറന്ന്, ഈ ഹോളി സ്പിരിറ്റ് ബോർഡ് തുറന്ന് വെച്ചിട്ട് അതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ ആത്മാവിനെ വിളിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെച്ചിരിക്കുന്ന കുരിശ് ഇങ്ങനെ മാറിപ്പോയിട്ട് കൃത്യം ഉത്തരം തരുന്നു. എന്ത് എളുപ്പമായി. ശരിക്കും ഇത് പൈശാചിക ബോർഡ് തന്നെയാണ്. ഈ ബോർഡിൻ്റെ പരസ്യം കൊടുത്തിരിക്കുന്ന ഈ ആമസോൺ പോലെയുള്ള അങ്ങനത്തെ സൈറ്റിൽ ഒപ്പം തന്നെ ഓജോ ബോർഡും കൊടുത്തിട്ടുണ്ട്, അതിന് വിലയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയ രീതിയിൽ എന്നെ ആട്ടുന്തോലടിഞ്ഞ് ചെന്നായി വരുന്ന പറഞ്ഞ പോലെ ഈ രീതിയിലെല്ലാം ഇങ്ങനെ ആൾക്കാരിലേക്ക് ഈ കാര്യങ്ങൾ എത്തുകയാണ്. അതേസമയം വേറെ വശത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഒക്കെ ഈ ഓജോ ബോർഡ് എന്ന് പറഞ്ഞ് വെറും സൈക്കോളജിയുടെ, സൈക്കിക് അല്ലെങ്കിൽ പാരാനോർമലിൻ്റെ മാത്രം മേഖലയാണ്. അതിനകത്ത് ഒരു
ഡിമോണിക്കും ഇല്ല, ഒരു സ്പിരിറ്റ് വേൾഡും ഇല്ല. ഇത് നമ്മുടെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് ബലം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തന്നെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലുമൊക്കെ ഇതേപ്പറ്റി പറഞ്ഞ് പഠിപ്പിക്കുകയും കുട്ടികൾ ഇതിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്, പ്രത്യേകിച്ച് ചില എക്സിബിഷനുകളൊക്കെ വരുന്ന അവസരത്തിൽ ഇത് തന്നെ ഒരു സ്റ്റാളായിട്ട് തന്നെ വെച്ച് നടത്തുന്നതായിട്ടൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെ വലിയ അപകടമാണ്. നമ്മൾ കഴിഞ്ഞ ശേഷം പറയുകയുണ്ടായി, പൈശാചിക അരൂപിയെ ഒന്ന് വിളിക്കാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ആ വ്യക്തിയുടെ ബുദ്ധിയിൽ അന്ധകാരം കയറുകയാണ്. ആ ബുദ്ധി ബ്ലൈൻഡ് ആവുകയാണ്, ഡള്ളാവുകയാണ്. നമ്മൾ കഴിഞ്ഞ ശേഷം കണ്ടില്ലേ, എന്തുകൊണ്ട് ഞാനും പറയുന്നത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കാൻ മേലാത്ത ഒരു ബുദ്ധിയും മനസ്സും അടഞ്ഞ അവസ്ഥയിലേക്ക് നമ്മുടെ അനേക യുവജനങ്ങളും കുഞ്ഞുങ്ങളും പോകുന്നുണ്ട് ഇങ്ങനത്തെ സൈറ്റുകൾ കയറുക വഴിയായിട്ട്. ഏതാനും വർഷം 2000 ഓർമ്മ, ജൂൺ മാസം 6-ാം തീയതി ഇറ്റലിയിൽ നമ്മുടെ കത്തോലിക്ക ഇടവകയിൽ 17-16 വയസ്സുള്ള 3 പെൺകുട്ടികൾ, അവരെ വേദപാഠം പഠിപ്പിച്ച ഒരു സിസ്റ്റർ മരിയ ലോറ മൈനേറ്റി സിസ്റ്ററിനെ ഒരു രാത്രിയിൽ ഇങ്ങനെ നുണ പറഞ്ഞ് മഠത്തിൽ നിന്ന് വിളിച്ചിറക്കി പാർക്കിലേക്ക് വിളിച്ചു വരുത്തി, എന്നിട്ട് സാത്താന് കുരുതി കൊടുത്ത സംഭവം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഈ പെൺകുട്ടികൾ പള്ളി വരുന്നവരാണ്, കുർബാന അറ്റൻഡ് ചെയ്യുന്നവരാണ്, പാട്ട് പാടുന്നവരാണ്, സന്ദേശം പഠിക്കുന്ന കുട്ടികളാണ്. പക്ഷെ അവരിങ്ങനെ മൊബൈൽ ഫോണിലും മറ്റും ഇൻ്റർനെറ്റിലായിട്ട് സാത്താൻ്റെ ചില സൈറ്റുകൾ ചെന്ന് കയറി അവർ പറഞ്ഞെല്ലാം അനുസരിച്ച് ചാറ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങി. ഒരു സ്റ്റേജ് വന്നപ്പോൾ അവരുടെ സാത്താൻ്റെ ആൾക്കാർ ആവശ്യപ്പെട്ടു പള്ളിയിരിക്കുന്ന ബൈബിള് കത്തിക്കണം. അതവർ ചെയ്തു, ആരും സത്യപ്പെടാതെ. അച്ഛന് ബൈബിള് കാണാതെ പോയി, പക്ഷെ അച്ഛന് മനസ്സിലായില്ല എന്ത് പോയിട്ട് എന്നുള്ളത്. ഈ പിള്ളേർ പള്ളിക്കൂടെ വല്ലതും വരികയും പോവുകയും ചെയ്യുന്ന പിള്ളേരാണ്, പെൺപിള്ളേർ, പ്രായപൂർത്തിയാകാത്ത പെൺപിള്ളേരാണ്, നല്ല കത്തോലിക്ക കുടുംബത്തിലെ പിള്ളേരുമാണ്. പിന്നീട് അടുത്തൊരു സ്റ്റേജിൽ ഇവരുടെ ഈ സാത്താൻ സൈറ്റിൽ നിന്ന് ആവശ്യപ്പെട്ടത് ഒരു ദൈവിക വ്യക്തിയെ സാത്താൻ കുരുതി കൊടുക്കണം. അതിന് കുട്ടികൾ ചിന്തിക്കുന്ന അവിടെ വികാരിച്ചിനെ കുരുതി കൊടുക്കാനായിട്ടാണ്. പക്ഷെ വികാരിച്ചിനെ കീഴ്പ്പെടുത്താൻ പറ്റുകയില്ല എന്ന് കുറേ ചിന്തിച്ചിട്ടും പ്ലാൻ ചെയ്തിട്ടും ബോധ്യപ്പെട്ടപ്പോൾ അവർ പിന്നെ ചിന്തിക്കുന്ന അവരെ വേദപാഠം പഠിപ്പിച്ച ഈ മരിയ മൈനേറ്റി സിസ്റ്ററിനെ കുരുതി കൊടുക്കാനായിട്ടാണ്. അതിനവർ കണ്ടുപിടിച്ച മാർഗ്ഗമാണ്, ഒരു കുട്ടി വിളിച്ചു പറഞ്ഞു, ഒരു ദിവസം ടീച്ചറെ എന്നെ ഒരാൾ റേപ്പ് ചെയ്തു, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു, എനിക്ക് എന്നെ കാണിക്കണമെന്ന് അറിയത്തില്ല, എനിക്ക് പേടിയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, മോളെ ടീച്ചർ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് ആ കൊച്ചു ഓണം വെച്ചാൽ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് വെച്ചു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ കൊച്ചു വിളിച്ചിരിക്കുകയാണ്, രാത്രി 9:10 സമയമായപ്പം, ഞാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്നു, എനിക്ക് എന്നെ കാണിക്കേണ്ടതെന്ന് അറിയത്തില്ല, പ്രഗ്നൻ്റ് ആണ്, ഞാൻ ഇന്ന ഒരു പാർക്കിലുണ്ട്, ടീച്ചറെ ഒന്ന് വരാവോ, എന്നെ സഹായിക്കാൻ ഓടി വരാവോ. സിസ്റ്റർ ഉടനെ മടത്തിൽ നിന്ന് ഇറങ്ങി ഈ കൊച്ചിനെ കാണാൻ വേണ്ടി ചെന്നപ്പം ഈ 2 കൂട്ടുകാരും കൂടിയുണ്ട്. അവർ ടീച്ചറിനോട് കാര്യം പറയാനെന്ന ഭാവേനകത്ത് കയറി പോയിട്ട് കൈ കരുതിയിരുന്ന് കത്തുകൊണ്ട് ഇങ്ങനെ മാറി മാറി കുത്തി. 3 പേര് 6 പ്രാവശ്യം വെച്ച് 6 അറിയാമല്ലോ സാത്താൻ്റെ സംഖ്യ, അങ്ങനെ കുത്തി സിസ്റ്ററിനെ കൊല ചെയ്യുകയാണ്. ആ സമയത്ത് ഇവർ വിളിച്ചുകൊണ്ടിരുന്നത് ഞാൻ നേരത്തെ ഈ പറഞ്ഞ പയ്യൻ്റെ കാര്യം പറഞ്ഞ പോലെ സാത്താനെ വിളിച്ചാണ്. അപ്പോൾ സിസ്റ്റർ മനസ്സിലായി, സിസ്റ്റർ പ്രാർത്ഥിച്ചു. ഇവർ പിന്നെ പറയുന്നുണ്ട്, ഇവർ പിള്ളേർ ചെയ്യുന്ന എന്നൊന്നും ഇവർ അറിയുന്നില്ല, ദൈവമേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഇവർക്ക് വേണ്ടി മാപ്പ് ചോദിച്ചു പ്രാർത്ഥിച്ച് സിസ്റ്റർ മരിക്കുന്നത്. ഇത് പിന്നീട് പോലീസുകാർ പിറ്റേ ദിവസം പ്രദേശം കണ്ടെത്തി CC ക്യാമറയൊക്കെ വഴിയായിട്ട് പിള്ളേരെ പിടിച്ചു, ഫോൺ വഴിയായിട്ട് എൻ്റെ ഇതെല്ലാം പോലീസിന് കിട്ടി. അപ്പോഴേക്കും ഇടവ മുഴുവൻ ഞടുങ്ങി, വികാരിച്ചനും ഇടവക സൺഡേ സ്കൂളും കുടുംബങ്ങളും എല്ലാം ഞടുങ്ങി, കൂട്ടുകാരും ഞടുങ്ങി. ഇതെങ്ങനെ സംഭവിച്ചു? ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവങ്ങൾ ഒറ്റപ്പെട്ടതല്ല. സ്കൂളിൽ കത്തിയായിട്ട് വന്നിട്ട്, കാലിഫോർണിയയിൽ ഏതാണ്ട് വർഷം മുമ്പ് സംഭവിച്ച കാര്യമാണ്, കത്തിയായിട്ട് വന്നിട്ട് ടോയ്ലറ്റിൽ ഒളിച്ചിരിക്കുന്നുണ്ട് പെൺപിള്ളേർ. കൂടുതലൊക്കെ സംശയം തോന്നുന്നു, സാറന്മാരോട് പറഞ്ഞു, അവർ വന്ന് മുട്ടി വിളിച്ച് ഇറക്കി കഴിഞ്ഞപ്പോൾ കത്തിയും കൊണ്ട് വന്നിരിക്കുക. എന്താണ്? അവർ സാത്താൻ്റെ സൈറ്റിൽ ഇങ്ങനെ കയറി വന്നിട്ട് ഒരാളെ ഇങ്ങനെ സാത്താന് കുരുതി കൊടുക്കണം, പറ്റുമെന്നുണ്ടെങ്കിൽ 15 പേരെ കുരുതി കൊടുക്കണം, എന്നിട്ട് അവർ മരിക്കണം. അപ്പോൾ സാത്താൻ ഇഷ്ടപ്പെട്ട അവസ്ഥയിലാകുമ്പോൾ നരകത്ത് ചെല്ലുമ്പോൾ നല്ല സ്വീകരണം കിട്ടും എന്നിപ്പോഴും ചിന്തിക്കുക. അതുകൊണ്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ് അവരെ കൃത്യസമയത്ത് ഇങ്ങനെ പിടി കിട്ടിയതുകൊണ്ട് പോലീസിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇതുപോലെ എത്രയോ സംഭവങ്ങളാണ്. സാത്താന് കുരുതി കൊടുക്കാൻ വേണ്ടി ഒരു പാർക്കിൽ ജന്മദിനം ആഘോഷിച്ചിരുന്ന 2 പിള്ളേരെ ഒരു ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ കൊല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അമേരിക്കയിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്നേഹമുള്ളവരെ മീഡിയയിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കയറി വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഫോണും വെച്ചുകൊണ്ടും ഐപാഡ് വെച്ചുകൊണ്ടും കമ്പ്യൂട്ടർ വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ മാതാപിതാക്കളുടെ നല്ല ശ്രദ്ധ വേണം. അവർ തനിച്ചിരുന്നിങ്ങനെ കുട്ടികൾ തന്നെ സൈറ്റായിട്ടാണ് സാത്താൻ സേവക്കാർ ഈ സൈറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പഠിക്കാൻ വിഷമമാണ്, ഈ പ്രാർത്ഥനയില്ല, സാത്താൻ സഹായിക്കും. അങ്ങനത്തെ പാട്ടുകളല്ല, ഇമ്പകരമായ പാട്ടുകൾ ഞാൻ ധ്യാനത്തിന് കേൾപ്പിക്കാറുണ്ട് ആൾക്കാരെ. അങ്ങനത്തെ പാട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്നേഹമുള്ള സഹോദരങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ സൈറ്റിൽ ഒന്ന് കയറി ചെന്നിട്ട് അത് 1, 2, 3 ഒക്കെ കണ്ടും കേട്ടും പാടി പോയി കഴിഞ്ഞാൽ ഇവിടെ ബുദ്ധി എല്ലാവരും പ്രത്യേക അവസ്ഥ കെട്ടപ്പെട്ട അവസ്ഥയാകും.
അവർക്ക് പിന്നെ വചനവും തിരിയല, പ്രാർത്ഥനയും തിരിയല, നമ്മൾ പറയുന്നതും തിരിയല, അവരൊരു അടിമത്തത്തിലേക്ക് പോകുന്ന ഇതുപോലെ ഭീകരമായ സംഭവിച്ചത് പെടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് കൊലപാതകമായി പിന്നെ ആത്മഹത്യ അവസാനിക്കുകയാണ്. ഇവിടെ നമുക്ക് ഈ ഒരു മേഖല നല്ലപോലെ എന്തുമാത്രം ജാഗ്രത എടുത്താൽ അധികമാവില്ലെന്നറിയുക. നമ്മൾ അസ്വസ്ഥപ്പെടാനല്ല, ഉത്കണ്ഠപ്പെടാനല്ല, കുഞ്ഞുങ്ങളെ ഇങ്ങനെ വരച്ച് വരെ നിർത്താൻ കുറേ നടന്ന് ബഹളം വെച്ചാൽ ഞെരുക്കാനല്ല, സ്നേഹത്തോടെ, ജാഗ്രതയോടെ, കരുതലോടെ നമുക്ക് നീങ്ങേണ്ട ആവശ്യമുണ്ടെന്ന് അറിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.